വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമാണ്. നമ്മുടെ പുതിയ തലമുറയിൽ എത്ര ആളുകൾ റേഡിയോ ആസ്വദിക്കുന്നവരുണ്ട്? പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ അന്നത്തെ കാലത്തൊക്കെ FM റേഡിയോകളും AM സ്റ്റേഷനുകളൊക്കെ കേട്ടിരുന്ന ആളുകളാണ്. എന്നാൽ പുതുതലമുറയിൽ ഇപ്പോൾ FM സ്റ്റേഷനുകൾ റേഡിയോ കേൾക്കുന്നവർ മൊബൈൽ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെയാണ്. പഴയ സെറ്റുകളിൽ എത്ര ആളുകൾ FM റേഡിയോ കേൾക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ FM റേഡിയോ കേൾക്കുന്ന സെറ്റും FM ആൻറ്റിനയും നമുക്ക് വീഡിയോയിൽ ഒന്ന് കാണിക്കാം. 12-ലധികം സ്റ്റേഷനുകളാണ് എനിക്ക് ട്യൂണായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കൂട്ടുകാരെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന FM ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുള്ള പൈപ്പ്. ഇതിൻ്റെ ഡൈ അടക്കം ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള മെറ്റൽ പൈപ്പ് അടക്കം 6 മീറ്റർ ഹൈറ്റിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് പൈപ്പ് ഇറക്കി വെച്ചിട്ടുള്ളത് മെറ്റൽ പൈപ്പിലാണ്. അതിൻ്റെ ഡൈ അതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏകദേശം ഞാൻ പറഞ്ഞു 6 മീറ്റർ ഹൈറ്റിലാണ് എൻ്റെ ഈ സ്ക്വയർ ടൈപ്പ് ആൻറ്റിന സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം അലുമിനിയം പൈപ്പ് ആണ് ഞാൻ ആൻറ്റിനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് FM റേഡിയോ തീരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. നമുക്ക് AM സ്റ്റേഷനുകളാണ് ലഭിച്ചിരുന്നത്. അതുപോലെ ശ്രീലങ്കയിൽ നിന്നുള്ള സിലോൺ എന്ന് പറയുന്ന ശ്രീലങ്കയിൽ നിന്നുള്ള മലയാള പ്രക്ഷേപണം ഒക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നത്. അതുപോലെ അതിനുശേഷം കോഴിക്കോട് സ്റ്റേഷനുകളും കോഴിക്കോട് ആകാശവാണി കോഴിക്കോട്, തൃശ്ശൂർ AM സ്റ്റേഷനുകളും സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലമാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സ്റ്റേഷനുകൾ നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം കൂടുതൽ സമയം ഓഡിയോ കേൾപ്പിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇപ്പോൾ നമുക്ക് കാണാം 107 മെഗാഹെഡ്സ്, 103.6 മെഗാഹെഡ്സ്, 102, 104.8, 102.7, 92.8, 93.5, 93.9, 100.5, 101.5, 94.3, 95. ഇനി ഈ സ്റ്റേഷനുകൾ എനിക്ക് കിട്ടുന്ന 12 FM സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഈ 12 സ്റ്റേഷൻ കൂടാതെ 101.1 ആകാശവാണി തൃശ്ശൂർ നിലയവും കുറഞ്ഞ സിഗ്നലിൽ എനിക്ക് ലഭിക്കുന്നു. തീരെ പവർ കുറഞ്ഞ ഒരു സ്റ്റേഷനാണ് ആകാശവാണി തൃശ്ശൂർ. ഇപ്പോൾ ഇത്രയും സ്റ്റേഷനുകളാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇതുപോലത്തെ FM ആൻറ്റിനകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ സ്ക്വയർ ടൈപ്പ് കോഡ് ആൻറ്റിന കൂടാതെ ഞാൻ ബൂസ്റ്ററും ഉപയോഗിക്കുന്നുണ്ട്. ബൂസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.